യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് നടക്കുന്ന ചില അടയാളങ്ങളിൽ, സഭയിൽ നടക്കുന്ന ചില അടയാളങ്ങളെക്കുറിച്ച് ഇതിനു മുൻപുള്ള വീഡിയോകളിൽ പരാമർശിച്ചിരുന്നു. കള്ള പ്രവാചകന്മാർ എഴുന്നേൽക്കും, കള്ള ക്രിസ്തുക്കൾ എഴുന്നേൽക്കും. ഈ വിഷയത്തെ ഇതിനു മുൻപ് ഉള്ള വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. കള്ള ക്രിസ്തുക്കളുടെ അടയാളങ്ങൾ, കള്ള പ്രവാചകന്മാരുടെ അടയാളങ്ങൾ, യഥാർത്ഥ പ്രവാചകന്മാരുടെ അടയാളങ്ങൾ, ഇവയെക്കുറിച്ച് വളരെ വിശദീകരിച്ച് ഞാൻ ആ വീഡിയോകളിൽ പരാമർശിച്ചിരുന്നു. ദയവായി ആ വീഡിയോകളെ IAGM എക്കോ എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. സഭയിൽ നടക്കുന്ന അടയാളങ്ങളിൽ ഈ കൂട്ടത്തിൽ പ്രധാനമായി 3 കൂട്ടം ആളുകളെ യേശുവിന്റെ വരവിന് മുൻപ് ഈ ഭൂമിയിൽ എഴുന്നേറ്റ് വരും, സഭയിൽ എഴുന്നേറ്റ് വരും എന്ന് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നു. ആ കൂട്ടത്തിൽ 3 കൂട്ടരുണ്ട്. 1 കള്ള ക്രിസ്തുക്കൾ, 2 കള്ള പ്രവാചകന്മാർ. ഈ 2 കൂട്ടത്താരെ കുറിച്ച് മത്തായി 24 അധ്യായത്തിൽ യേശു ക്രിസ്തു പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ 3ാമത്തെ വിഭാഗമാകുന്ന കള്ള ഉപദേഷ്ടാക്കന്മാർ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ കള്ള ഉപദേഷ്ടാക്കന്മാർ ആരാണ്, അവർ എങ്ങനെയാണ് ഉപദേശങ്ങളെ പ്രചരിപ്പിക്കുന്നു, എങ്ങനെയാണ് അവർ സഭയെ മുടിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇത് IAGM എക്കോ. ഈ വീഡിയോ കാണുന്ന ഏവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം രേഖപ്പെടുത്തി നിങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് സഭയിൽ എഴുന്നേറ്റ് വരുന്ന 3ാമത്തെ ഒരു വിഭാഗക്കാരാണ് കള്ള ഉപദേഷ്ടാക്കന്മാർ. ഇവരെക്കുറിച്ച് പത്രോസ് വളരെ വ്യക്തമായി തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്കു പറഞ്ഞ് നിങ്ങളെ വാണിഭം ആക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതും ഇല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് സഭയിൽ കള്ള ഉപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കും. ഈ കള്ള ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചുള്ള പ്രധാന 4 കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിക്കും. കുറിച്ച് 2ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയും. 3ാമത്തെ കാര്യം അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ഈ 3 കാര്യം പറഞ്ഞിട്ട് അടുത്ത 4ാമത്തെ കാര്യം പറയുന്നു, അവർക്ക് തന്നെ നാശത്തെ വരുത്തിവെക്കുന്നു എന്ന് ഒരു മുന്നറിയിപ്പും അവിടെ കൊടുത്തിരിക്കുകയാണ്. ദുരുപദേഷ്ടാക്കന്മാരുടെ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഈ അധ്യായത്തിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ഒരു 4 കൂട്ടം കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാം. ദുരുപദേഷ്ടാക്കന്മാരുടെ അല്ലെങ്കിൽ കള്ള ഉപദേഷ്ടാക്കന്മാരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? 1, അവർ നാശകരമായ മതഭേദങ്ങളെ സഭയിൽ നുഴയിക്കും. ഈ നാശകരമായ മതഭേദങ്ങളെ എന്ന് പറഞ്ഞിരിക്കുന്ന പദം അതിന്റെ തമിഴ് ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടുക്ക് ഏതുവാന വേദ പുരട്ടുകളെ തന്ത്രമാ നുഴയ പണ്ണുവാர்கள்
എന്ന് വെച്ചാൽ നാശകരമായ ദുർവ്യാഖ്യാനങ്ങളെ, ദുരുപദേശങ്ങളെ സഭയിൽ നുഴയ്ക്കും എന്നാണ് തമിഴ് ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇംഗ്ലീഷിലും പറഞ്ഞിരിക്കുന്നത് ഡാംനബിൾ ഹെറസീസ് എന്നാണ്. മതഭേദങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ അത്യുത്തമം ദുരുപദേശങ്ങൾ, ഹെറസീസ്, ദുരുപദേശങ്ങളെ അവർ സഭയിൽ നുഴയ്ക്കും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ദുരുപദേഷ്ടക്കന്മാരുടെ തന്ത്രപൂർവമായ നാശകരമായ ദുരുപദേശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് 6 കൂട്ടം കാര്യങ്ങൾ ഈ ഒരു തലക്കെട്ടിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാം. ദുരുപദേശങ്ങളിൽ ഒന്നാമത്തത്, ജഡത്തിൽ വന്ന ക്രിസ്തുവിനെ അവർ ഏറ്റുപറയുകയില്ല. 2 യോഹന്നാൻ ലേഖനം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചു കൊള്ളുവേൻ. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, ജഡത്തിൽ വന്ന ക്രിസ്തുവിനെ അവർ ഏറ്റുപറയുകയില്ല. ഇത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ധാരാളം ജനം ജഡത്തിൽ വന്ന യേശു ക്രിസ്തുവിനെ നിഷേധിച്ച് തള്ളിപ്പറയുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഓരോ മതങ്ങളിലും ഓരോ നിലയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. യഹൂദ മതം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവെന്നോ ദൈവപുത്രനോ എന്ന് അവർ അംഗീകരിക്കുന്നില്ല. എന്നാൽ യഹൂദ മതക്കാർ സാധാരണഗതിയിൽ അവർ യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, കർത്താവ് ഒരു കള്ളപ്രവാചകൻ എന്നും ആധികാരികതയില്ലാത്ത ഉപദേഷ്ടാവും ഒരു പ്രവാചകനുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രൻ എന്ന് ഉള്ളത് അവർ നിഷേധിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ എന്നും ഒരു സാധാരണ ഉപദേഷ്ടാവ് എന്നുമാണ് യഹൂദ മതം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഹിന്ദുമതത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രൻ എന്ന് ഹിന്ദുമതവും നിഷേധിക്കുകയാണ്. എന്നാൽ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് യേശു ഒരു ചരിത്ര പുരുഷനാണ്, ജ്ഞാനോദയം പ്രാപിച്ച ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ ദൈവിക പ്രകാശനം ലഭിച്ച വ്യക്തിയാണ്, ഒരു പ്രവാചകനുമാണ് എന്നാണ് ഹിന്ദുമതം പറയുന്നത്. എന്നാൽ ബുദ്ധമതം പറയുന്നത് യേശുക്രിസ്തു ഒരു പ്രകാശനം ലഭിച്ച ഒരു വ്യക്തിയാണ് എന്നാണ് ബുദ്ധമതം വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇസ്ലാം മതം അവർ യേശുവിനെ വിളിക്കുക ഈസ നബി എന്നാണ്, ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് എന്നാണ് അവർ പറയുന്നത്. യേശുക്രിസ്തു ഒരു ദൈവപുത്രൻ എന്നോ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ കുറിച്ചോ അവർ വിശ്വസിക്കുന്നില്ല, അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തീയ കുലത്തിൽ വിവിധ ആളുകൾ യഹോവയാം ദൈവത്തെയാണ് ഊന്നി പറയുന്നു എങ്കിലും യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളത് അവർ നിഷേധിക്കുന്നു. ക്രിസ്തീയ വിഭാഗങ്ങളിൽ പലരും യേശുക്രിസ്തുവിനെ ദൈവപുത്രനെന്നോ ജഡത്തിൽ മനുഷ്യനെ രക്ഷിപ്പാനായി കടന്നു വന്ന കർത്താവെന്നോ അവർ ഏറ്റു പറയുന്നില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് അവൻ രക്ഷിതാവെന്നാണ്. രണ്ടാമത്തെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ക്രിസ്തു എന്നാണ്. മൂന്നാമത്തേത് യേശുക്രിസ്തുവിനെ കുറിച്ച് തിരുവചനം പറയുന്നത് അവൻ ദൈവപുത്രൻ എന്നാണ്. അതേ സമയത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് തിരുവചനം പറയുന്നത് യേശുക്രിസ്തു ദൈവമെന്നാണ്. യേശുക്രിസ്തു ദൈവം എന്നുള്ളതിനെ
ക്രിസ്തീയ വിഭാഗത്തിന് അധികം ചില വിഭാഗങ്ങൾ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ യേശു ദൈവമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ഉത്തരം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അടുത്ത പദം ശ്രദ്ധിക്കണം, ആ വചനം ദൈവമായിരുന്നു. ഇവിടെ വചനം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ന് എല്ലാ ക്രിസ്തീയ വിഭാഗവും പ്രത്യേകാൽ വിശ്വാസഗോളത്തിലേറെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ആ വചനം ദൈവമായിരുന്നു. ആര് ദൈവമായിരുന്നു? യേശു ദൈവമായിരുന്നു. ആ ദൈവമാകുന്ന വചനം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ യേശു ക്രിസ്തുവാകുന്ന വചനം ദൈവമായ വചനം ജഡത്തിൽ ഈ ഭൂമിയിൽ കടന്നു വന്നു. ഇന്നൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. അപ്പൊ യേശു ദൈവമാണ് എന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ തെളിയിക്കുന്നത്. ഇനി 1 തീമോഥെയോസിന്റെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. മുകളിലുള്ള വാക്യങ്ങളിലെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിച്ചിട്ട് അതിനെ എടുത്തു പറയുമ്പോൾ പൗലൂസ് അവിടെ എടുത്തു പറയുന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ട്. ആര് ജഡത്തിൽ വെളിപ്പെട്ട്? യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട്. എന്നാൽ തമിഴ് ഭാഷയിൽ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടെന്നാണ്. അപ്പൊ അവൻ വെളിപ്പെട്ടെന്ന് പറയുമ്പോൾ യേശുവിനെ കുറിച്ച് വാക്യം പറയുന്നു ദൈവം ജഡത്തിൽ വെളിപ്പെട്ട്. അപ്പൊ യേശുവാകുന്നത് ദൈവം എന്നാണ് അവിടെ തെളിയിച്ചിരിക്കുന്നത്. ജഡത്തിൽ വന്ന ക്രിസ്തുവിനെ തുരുപദേഷ്ടക്കന്മാർ അംഗീകരിക്കുകയില്ല, ഏറ്റുപറയുകയില്ല. 1-ാം നൂറ്റാണ്ട് മുതൽ ഈ കാലയളവ് വരേക്കും യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതെയും യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെ അംഗീകരിക്കാതെയും ജഡത്തിൽ വന്ന മശികയാണ്, ക്രിസ്തുവാണ്, അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവമാണ് എന്ന് വിശ്വസിക്കാതെയും യേശു ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു പ്രവാചകനാണ് എന്ന് ജനത്തോട് ഉപദേശിച്ച് സഭയിൽ ഉപദേശിച്ച് ജനത്തെ മുഴുവനും തെറ്റിച്ച് കളയും എന്ന് പൗലൂസ് പറഞ്ഞതുപോലെ, യേശു പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തത്, ജഡത്തിൽ വന്ന യേശുക്രിസ്തുവിനെ അവർ നിഷേധിക്കുന്നു, ഏറ്റുപറയുകയില്ല. 2-ാമത്തെ അടയാളം, ബിലെയാമിന്റെ ഉപദേശവും യെസബേലിന്റെ ഉപദേശത്തെയും സഭയിൽ അഴിച്ചുവിടും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിലും 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലും എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവിടെ മുൻപിൽ ഇടർച്ച വരുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഇനി 20-ാം വാക്യം, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഇവിടെ 2 വ്യക്തികളെ കുറിച്ച് പഴയ നിയമത്തിലുള്ളത് പുതിയ നിയമത്തിൽ എടുത്തു പറയുകയാണ്. 1 ബിലെയാം, 2 യെസബേൽ. ഇവർ 2 പേരെ കുറിച്ച് തിരുവചനം പറയുന്നത് 2 പേരും പ്രവാചകന്മാരാണ്. അതേ സമയത്ത് 2 പേരും ഉപദേഷ്ടാക്കന്മാരുമാണ്. ഇവരെന്താണ് ജനത്തെ തെറ്റിച്ച് കളയുവാൻ ഉപദേശിച്ചത്? ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ വേണ്ടി ബാലാക്ക് എന്ന രാജാവ് അവനോട് കൂലി സമ്മതിച്ച് പ്രവചിക്കുവാൻ വേണ്ടി വിളിച്ചു വരുത്തി. എന്നാൽ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നു,
അനുഗ്രഹിക്കപ്പെട്ട ജനത്തെ ശപിക്കാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവ് ബിലയാം പ്രവാചകൻ മനസ്സിലാക്കിയപ്പോൾ ബാലാക് രാജാവിന്റെ കൈക്കൂലി ആഗ്രഹിച്ചുകൊണ്ട് അവരെ തെറ്റിച്ചു കളയുവാൻ, ദൈവത്തെ വിട്ടകറ്റി കളയുവാൻ, പാപം ചെയ്യുവാനുള്ള ഉപദേശം ബാലാകിന് ഉപദേശിച്ചു കൊടുത്ത് ആ ഉപദേശമാണ് വിഗ്രഹാർപ്പിതം കഴിക്കുവാൻ വേണ്ടിയും അന്യ സ്ത്രീകളെ മോഹിച്ച് ആ വിവാഹം ചെയ്ത് ആ വിവാഹത്തിലൂടെ തുറന്നടപ്പ് ആചരിപ്പാൻ അവന് ഉപദേശിച്ചു കൊടുത്ത് ആ നിലയിൽ ജനത്തെ വീഴ്ത്തിക്കളയാമെന്ന് ഉപദേശിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യുകയും ജനം ബിലയാമിന്റെ ദുരുപദേശത്താൽ അവർ വീഴുകയും ദൈവ ന്യായവിധിയെ പ്രാപിക്കുകയും ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ഇസബേൽ, അവളെക്കുറിച്ച് തിരുവചനം പറയുന്നത് പ്രവാചകി എന്നാണ്. അവളും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനും തുറന്നടപ്പ് ആചരിപ്പാനും വേണ്ടി ഇസ്രായേൽ ജനത്തെ ഉപദേശിച്ച് അനേകം തെറ്റിച്ചു കളഞ്ഞു എന്ന് തിരുവചനത്തിൽ കാണും. അപ്പോൾ ദുരുപദേഷ്ടക്കന്മാരുടെ രണ്ടാമത്തെ അടയാളം തുറന്നടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാനും വിഗ്രഹങ്ങളെ സേവിക്കുന്നത് കൊണ്ടോ അവരെ ഉയർത്തി പറയുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് അവരോട് അനുസരിച്ച് പോകണം എന്നും ഉപദേശിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്നും ക്രിസ്ത്യകുലത്തിലുണ്ട്. ഏതു മനുഷ്യനെയും സ്നേഹിക്കണം. വിഗ്രഹങ്ങളെ സേവിക്കുന്നവർ, വിഗ്രഹങ്ങളെ സേവിക്കാത്തവർ, ഏത് മതസ്ഥരായിരുന്നാലും യേശുക്രിസ്തുവിന്റെ ഉപദേശം അവരെല്ലാവരെയും സ്നേഹിക്കണം, ആദരിക്കണം. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ അറിയാതെ രക്ഷിക്കപ്പെടാത്തൊരു മനുഷ്യൻ അവിടെ വിരുന്നുകൾക്ക് ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകാം, എന്നാൽ അത് വിഗ്രഹാർപ്പിതമെന്ന് പറഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഭക്ഷിക്കരുത്. അവരോട് വിഗ്രഹാലയങ്ങളിൽ ചെന്നിരുന്ന് ഭക്ഷിക്കരുത് എന്ന് പൗലോസ് വളരെ താക്കീതോടെ പറയുകയാണ്. അപ്പോൾ അവരെ സ്നേഹിക്കണം, പക്ഷെ അവിടെ വഴികളെ പിന്തുടരരുത്. ആ ദുരുപദേശം ആ ശരിയാണെന്ന് ഉപദേശിക്കുന്ന ആരായിരുന്നാലും അവരെക്കുറിച്ചുള്ള അടയാളം ഉപദേഷ്ടക്കന്മാർ എന്നുള്ള അടയാളത്തിൽ അവർ പെട്ടു നിൽക്കുകയാണ്. ദുരുപദേഷ്ടക്കന്മാരുടെ മൂന്നാമത്തെ അടയാളം 1 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ വിവാഹം ചെയ്യരുത് എന്ന് വിവാഹത്തെ തടുക്കും. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോസ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവച്ചവരായി വിവാഹം വിലക്കുകയും. അപ്പോൾ ദുരുപദേഷ്ടക്കന്മാരുടെ മൂന്നാമത്തെ അടയാളം വിവാഹം ചെയ്യരുത് എന്ന് അവർ നിർബന്ധിച്ച് അതിനെക്കുറിച്ച് അവർ ഉപദേശിക്കും. ക്രിസ്തീയ വിഭാഗങ്ങളിൽ പല വിഭാഗങ്ങളും ഇന്ന് വിവാഹത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തിരുവചനം പഠിച്ചാൽ എല്ലാവർക്കും വ്യക്തമായി അറിയാന്നുള്ളതാണ്. ആദ്യമേ ഏതെനിൽ വിവാഹം ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ്. ഈ കാലഘട്ടം വരെയും നടന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവം അതിന് അനുഗ്രഹിച്ചതാണ് വിവാഹത്തെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതും നിയമിക്കപ്പെട്ടതും ഉപദേശിക്കപ്പെട്ടതുമായ വിവാഹത്തെ വിവാഹം ചെയ്യരുത് എന്ന് നിർബന്ധിച്ച് വിവാഹത്തെ വിലക്കുന്നു. ഇത് സഭയിലുള്ള ദുരുപദേശമാണ്. അങ്ങനെ ഉപദേശിക്കുന്നവർ ദുരുപദേഷ്ടക്കന്മാരെന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശുക്രിസ്തു അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 19-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരാ ജനിച്ചവരുണ്ട്, മനുഷ്യ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ആകാതിരിക്കുന്നവരെ കുറിച്ചുള്ള ഒരു കാര്യത്തെ പറയുകയാണ്. 3 കൂട്ടരതിനകത്ത് കാണുകയാണ്. ഒന്ന്,
ഷണ്ണന്മാരാ ജനിച്ചവർ. ഈ ഷണ്ണന്മാരാ ജനിച്ചവർ എന്ന് പറയുന്നത് വിവാഹം ചെയ്യാൻ കഴിയയില്ല, വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുകയുമില്ല. അവർ ഷണ്ണന്മാരായി ദൈവത്താൽ ജനിച്ചവർ. നമുക്ക് ഉദാഹരണമായി പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടവർ. പഴയ നിയമത്തിലും രാജാക്കന്മാരുടെ കാലത്തിൽ അങ്ങനെ മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടവരുണ്ട്. ഈ കാലഘട്ടത്തിലും മനുഷ്യനാൽ നിർബന്ധിച്ച് ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്. മൂന്നാമത്തെ വിഭാഗം ദൈവത്തിന്റെ നാമത്തെ നിമിത്തം, ദൈവവേല നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കപ്പെട്ടവർ. അങ്ങനെ ഈ കാലഘട്ടത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ അനേക ദേവദാസന്മാരും അനേക ദൈവദാസിമാരും തങ്ങൾക്ക് വിവാഹം വേണ്ട എന്ന് അവർ ക്രിസ്തുവിന്റെ നാമത്തിന് നിമിത്തം, ദൈവവേല നിമിത്തം അവർ വിവാഹം ചെയ്തില്ല, ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇവിടുത്തെ വിഷയം വിവാഹം ചെയ്യരുത് എന്ന് വിലക്കുകയാണ്, തടുക്കുകയാണ്. അങ്ങനെയുള്ള ക്രിസ്തീയ വിവാഹവും ഇന്ന് ക്രിസ്ത്യാനികളുണ്ട്, മറ്റുള്ള വിവാഹങ്ങളിലുമുണ്ട്. നിർബന്ധിച്ച് അവരെ വിവാഹം ചെയ്യരുത് എന്ന് കൽപ്പന കൊടുത്ത് വിവാഹത്തെ അവർ നിഷേധിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവർ ദുരുപദേഷ്ടക്കന്മാർ. ആ ഉപദേശത്തെ സഭയെ നുഴയിച്ച് സഭയെ തെറ്റിച്ച് കളയുന്നു. ഇങ്ങനെയുള്ളവർ കർത്താവിന്റെ വരവിന് മുൻപ് സഭയിൽ കാണപ്പെടുമെന്ന് യേശു പറഞ്ഞതുപോലെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരുപദേഷ്ടക്കന്മാരുടെ നാലാമത്തെ കാര്യം, അതേ 1 തീമോഥെയോസ് 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും. ദൈവം സൃഷ്ടിച്ച, ദൈവം നിയമിച്ച ആഹാര പദാർത്ഥങ്ങളെ പോലും ഭക്ഷിക്കരുത്, വർജിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യും, ഉപദേശിക്കുകയും ചെയ്യും. ഇതും ദുരുപദേഷ്ടക്കന്മാരുടെ ഒരടയാളം. തിരുവചനം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ലേവ്യാപുസ്തകം 11-ാം അധ്യായം മുഴുവനും വായിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ഭക്ഷിക്കാൻ പാടില്ലാത്ത ധാരാളം മൃഗങ്ങളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചും ഇടജാതികളെക്കുറിച്ചും പറവകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏതൊക്കെ ഭക്ഷിക്കാമെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ദൈവം അതിനെ വിലക്കി എന്നുള്ളത് വേറൊരു വിഷയം, ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു, ഭക്ഷിക്കാമെന്നുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭക്ഷിക്കണം. കാരണം ഭക്ഷിക്കുന്നതും ദൈവത്തിനു വേണ്ടി, ഭക്ഷിക്കാതിരിക്കുന്നതും ദൈവത്തിനു വേണ്ടി എന്നാണ്. ഈ ഇന്നും ക്രിസ്തീയ കുലത്ത് ഒരു ചോദ്യമുണ്ട്, പന്നി ഇറച്ചി ഭക്ഷിക്കാമോ? മറ്റുള്ള പഴയ നിയമത്തിൽ നിഷേധിച്ചിരിക്കുന്ന മൃഗങ്ങളായിരുന്നാലും പറവകളായിരുന്ന ഇടജാതികളായിരുന്നു ഭക്ഷിക്കാമോ എന്നുള്ള ചോദ്യമുണ്ട്. അതിനെ അവർ നിർബന്ധിക്കുന്നു, ഭക്ഷിക്കാൻ പാടില്ല. ഇറച്ചി, കാളയിറച്ചിയോ പശു ഇറച്ചിയോ മാന്റെ ഇറച്ചിയോ മറ്റുള്ള ഇറച്ചികളോ ഒന്നും ഭക്ഷിക്കരുത് എന്ന് നിർബന്ധിക്കുന്നവരുണ്ട്. പൗലോസ് പറയുന്നു, ഒരു വിശ്വാസിക്ക് ഇന്ന ആഹാരം കഴിക്കണം, മദ്യപാനവും മയക്കുമരുന്നും ഒഴിച്ച് ഇന്ന ആഹാരം ഭക്ഷിക്കണം. അത് അവനെ ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞ് ഭക്ഷിക്കാമെന്നാണ്. എന്നാൽ ഇവർ പറയുന്നത് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ഒന്നും വർജിക്കണം, ഒന്നും ഭക്ഷിക്കാൻ പാടില്ല. ഇത് ദുരുപദേശത്തിന്റെ ഒരു ലക്ഷണമാണ്. ദുരുപദേഷ്ടക്കന്മാരുടെ 5-ാമത്തെ അടയാളം 2 തീമോഥെയോസ് ലേഖനം 2-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകകാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്നു പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറച്ചു കളയുന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രധാനമായ 2 വ്യക്തികളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്
ഹുമനയോസും ഫിലേത്തോസും ഇവ രണ്ടുപേരും അന്ന് ഉപദേശിച്ച് സഭയെ മുടിച്ച് കളഞ്ഞത് പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ സഭയുടെ പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു, യേശു വന്നു കഴിഞ്ഞു എന്ന് പ്രസംഗിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. യേശു വന്ന് പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു എന്നും ഇന്നും പഠിപ്പിക്കുന്നവരുണ്ട്. ഇനി വേറൊരു കൂട്ടത്താര് യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. വേറൊരു വിഭാഗക്കാർ വെളിപ്പാട് പുസ്തകത്തെ ഓരധ്യായം എടുത്തു പറഞ്ഞു വെച്ചിട്ട് യേശുവിന്റെ രഹസ്യവരവ് മധ്യ 1-2 വാക്യത്തിൽ രഹസ്യവരവ് സംഭവിച്ച് അടുത്ത് ഇപ്പോ ഒരു പുതിയ ഉപദേശം വന്നിരിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ യേശു രഹസ്യവരവ് സംഭവിച്ചു കഴിഞ്ഞു. അടുത്ത് 12-ാം അധ്യായത്തിൽ യേശു രഹസ്യവരവ് സംഭവിച്ചു കഴിഞ്ഞു. 11-ാം അധ്യായത്തിൽ 2 സാക്ഷികളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് യേശു രഹസ്യവരവ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് ഇത്യാദി കാര്യങ്ങളിലൊക്കെ അവർക്ക് തോന്നുന്നത് പോലെ ദുരുപദേശങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ചിലർ പറയുന്നത് പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു. ഈ പുനരുത്ഥാനം എന്നുള്ളൊരു വിഷയമുണ്ട്. അടുത്ത വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. അതിൽ ഉൾപ്പെട്ടവർ ഹുമനയോസും ഫിലേത്തോസും രണ്ടുപേരും ആ കാലഘട്ടത്തിൽ പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞെന്നാണ്. സഭയുടെ പുനരുത്ഥാനം ഇന്നും സംഭവിച്ചിട്ടില്ല. സഭയുടെ പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന് ആരെങ്കിലും ഉപദേശിക്കുന്നെങ്കിൽ തിരുവചനം പറയുന്നവരുടെ കള്ള ഉപദേഷ്ടാക്കന്മാർ അവർക്ക് ചെവി ചായ്ക്കരുത് എന്നാണ് തിരുവചനം വ്യക്തമാകുന്നത്. തിരുവദേഷ്ടാക്കന്മാരുടെ 6-ാമത്തെ അടയാളം, അവർ പഴയ നിയമ ന്യായപ്രമാണ വിഷയത്തിൽ ഊന്നി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും അങ്ങനെ തന്നെ അനുകരിക്കുകയും ചെയ്യുന്നവരാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഇത് പറയാനുള്ള കാരണം 1 മുതൽ വായിച്ചാൽ അവിടെ വായിക്കാൻ കഴിയും. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. ദുരുപദേഷ്ടാക്കന്മാർ പഴയ നിയമ ആചാരങ്ങളെ അനുകരിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും. പഴയ ന്യായപ്രമാണത്തിൽ ഊന്നി പറയുന്ന ഒന്നാണ് പഴയ നിയമ പുരോഹിത പട്ടം. പഴയ നിയമത്തിൽ മഹാപുരോഹിതന് പുരോഹിത വസ്ത്രമിടേണം, അതിനുള്ള അരക്കെട്ട് കെട്ടേണം, അടിവസ്ത്രങ്ങൾ പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം, മാർപ്പതക്കം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതിനെ ഇടയണം, തലയിൽ വിശുദ്ധ കിരീടം വയ്ക്കണം അല്ലെങ്കിൽ തലപ്പാഗ്, തലയിൽ അഭിഷേക തൈലം ഒഴിക്കണം. അഹരോന്റെ കാലം മുതൽ പഴയ ആചാരങ്ങളാണ്. അതിന് പുതിയ നിയമത്തിൽ കടന്നു വന്നപ്പോൾ അതിന് അതുപോലെ കൈക്കൊള്ളുകയാണ്. എന്നാൽ ചിലനെ വിട്ടുകളയുകയാണ്. ഏതൊക്കെ വിട്ടുകളയുന്നത്? പുരോഹിത പട്ടങ്ങളെ അവർ കയ്യിലെടുക്കുന്നു ഇന്നും. എന്ന് വെച്ചാൽ പുരോഹിത വസ്ത്രം, പ്രത്യേക വസ്ത്രം. എന്നാൽ മാർപ്പതക്കം അവർ ഇടുന്നില്ല, ഇപ്പോഴുള്ളവർ ഇടുന്നില്ല. അതുകൂടെ ഇടേണ്ടതില്ല. തലയിൽ തൊപ്പി വയ്ക്കുകയാണ്, അല്ലെങ്കിൽ തലപ്പാഗ്. ഈ തലപ്പാഗ് ദൈവത്തിന് വിശുദ്ധം എന്നുള്ള നാമത്തോട് അവൾ വെക്കണമെന്നാണ്. കയ്യിൽ വടി പിടിക്കുന്നു, ഇടേന്റെ കോൽ. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ഇടേന്റെ കോലൊന്നും വെച്ചിട്ടില്ല. ഇനി അഭിഷേക തൈലം ഒഴിക്കുന്നു. ഈ അടുത്ത കാലത്തും ദൈവത്തിന് വേണ്ടി ശക്തമായി നിലനിന്ന ഒരു ദൈവ മനുഷ്യൻ തമിഴ്നാട് ഭാഗത്ത്, അവിടെ പഴയ നിയമ പുരോഹിതനായി അവർ പട്ടം കൊടുക്കുകയാണ്. ഞാൻ നേരിട്ട് ചെന്ന് കണ്ടതാണ്. തലയിൽ കൂടി എണ്ണ കൊഴിച്ച് കോല് കൊടുത്ത് വസ്ത്രം ധരിച്ച്. നമ്മുടെ കേരളത്തിലും ഇതുപോലെ വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന ഒരു കൂട്ടം ദൈവദാസന്മാർ
പഴയ നിയമ ആചാരപ്രകാരം പണത്തിന് വേണ്ടി പണത്തെ കൊതിച്ച് പോയപ്പോൾ കൊണ്ടുപോയോ? പണത്തെ കൊതിച്ചുകൊണ്ട്, ശ്രേഷ്ഠ പദവികളെ കൊതിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെ ത്യജിച്ച് പഴയ നിയമ ആചാരപ്രകാരമുള്ള പുരോഹിതപട്ട വസ്ത്രം, കോല്, തലയിൽ തലപ്പാക്, ഇനി എണ്ണ കൊണ്ടുള്ള അഭിഷേകം, ഇതൊക്കെ നടത്തിയില്ലേ? നമ്മുടെ കേരളക്കരയിൽ നമ്മൾ കണ്ടതില്ലേ? എത്രയെത്ര ദേവിശുദ്ധന്മാർ, എത്രയെത്ര ദൈവഭക്തന്മാർ വിശ്വാസം ത്യജിച്ച് പഴയ നിയമ ആചാരപ്രകാരമുള്ള ഈ പുരോഹിതപട്ടം അവർ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നുമുണ്ടല്ലോ പഴയ നിയമ ആചാരപ്രകാരം ചെയ്ത പുരോഹിതന്മാരെ. നിങ്ങളോട് ചോദിക്കട്ടെ, പഴയ നിയമത്തിലുള്ള മാർപ്പതക്കം, 12 കല്ല് പതിപ്പിച്ച മാർപ്പതക്കം എവിടെ പോയി? 12 കല്ലും കൂടെ പതിപ്പിച്ച് വെച്ചിരിക്കണം, ഊരിയും തൂമിയും വെച്ചിരിക്കണം. അതും കൂടെ വയ്ക്കേണ്ടതില്ലേ? എന്തുകൊണ്ട് വയ്ക്കാത്ത? പഴയ നിയമത്തിൽ യാഗം യേശുക്രിസ്തുവിനെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്നതാണ് യാഗങ്ങൾ. അവരതുപോലെ പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഇനി യാഗമില്ല, യേശുക്രിസ്തു യാഗമായി തീർന്നു. യാഗമായി തീർന്നെങ്കിൽ ഇനി യാഗമില്ല എന്ന് പറയുന്ന ഇവര് ചിന്തിക്കണം, നിങ്ങളും കൂടെ പഴയ നിയമത്തെ പോലെ യാഗം അർപ്പിക്കണം. അത് ചെയ്യുന്നില്ല. ഈ ആചാരങ്ങളെല്ലാം നടത്തുന്ന യഹൂദന്മാർ പരിച്ഛേദന ഏൽക്കണം. എന്നാൽ ഇവർ പരിച്ഛേദന ഏൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതാനും. അയ്യോ, പഴയ നിയമ ആചാരപ്രകാരമുള്ള പുരോഹിതന്മാരെ, നിങ്ങൾക്ക് നിർബന്ധമായി പരിച്ഛേദന ഏൽക്കണം. എന്തുകൊണ്ട് ചെയ്യാത്ത? പഴയ നിയമ ആചാരങ്ങളെ അനുകരിച്ചുകൊണ്ട് കുറച്ചു കാര്യത്തെ വിട്ടുകളയുന്നത് ശരിയാണോ? വ്യാജന്മാർ, വ്യാജോപദേശം, ദുരുപദേഷ്ടക്കന്മാർ സഭയെ മുടിച്ചു കളയുമെന്ന്, ജനത്തെ കലക്കുമെന്ന് യേശു പറഞ്ഞതുപോലെ ഇന്നും ക്രിസ്ത്യാനികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അന്ത്യം മഹാകഷ്ടമെന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ഇനി പഴയ നിയമ ശുശ്രൂഷ, അതും കേരളത്തിൽ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുക. പഴയ നിയമ ശുശ്രൂഷ എന്നാൽ യാഗം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഇസ്രായേലിനെ ആചരിക്കുവാനുള്ള 7 ഉത്സവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറെ ചില ഉത്സവങ്ങൾ കൂടെ ഉണ്ട്. വിളവുകളെ ദൈവസേനയിൽ കൊടുക്കുന്ന ഒരു ഉത്സവം. എസ്തറിന്റെ കാലത്തിൽ പൂരീം എന്ന് പറയുന്ന ഒരു ഉത്സവം കൂടെ ഉണ്ട്. യേശുക്രിസ്തുവിന്റെ കാലം വന്നപ്പോൾ ദേവാലയ പ്രതിഷ്ഠ ഉത്സവം എന്നുള്ള ഒരു ഉത്സവമുണ്ട്. 7 ഉത്സവം വേണ്ട എന്ന വർഷത്തിൽ ഒരിക്കൽ ഭക്ഷ്യ വിളവുകളെ വർഷത്തിൽ ഒരിക്കൽ പഴയമത്തിൽ യഹൂദന്മാർ ചെയ്യുന്നത് പോലെ കൊണ്ടുവയ്ക്കണം. അതൊരു ഉത്സവം. അങ്ങനെയുള്ള ഉത്സവം വർഷത്തിൽ ഒരിക്കൽ നടത്തുകയാണെങ്കിൽ പഴയമത്തിൽ ഇസ്രായേലിന് കൊടുത്ത 7 ഉത്സവം കൂടെ ഒരു വർഷത്തിൽ 3 പ്രാവശ്യം നടത്തണം. അത് നടത്തുന്നുണ്ടോ? ഇല്ല. വ്യാജന്മാർ, ദൈവവചനത്തെ നിഷേധിക്കുന്നവർ. അപ്പൊ പഴയ നിയമത്തിലുള്ള ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഏതൊക്കെ? പുരോഹിത പട്ടം, എണ്ണ ഒഴിച്ചുള്ള അഭിഷേകം, ചെങ്കോല് പിടിക്കുക, ആ പഴയ നിയമത്തിലുള്ള ശുശ്രൂഷകൾ, അവിടുത്തെ ഉത്സവങ്ങൾ, അവിടുത്തെ ദശാംശങ്ങൾ, ഇതൊക്കെയും പറഞ്ഞ് പഠിപ്പിച്ച് ജനത്തെ തെറ്റിച്ച് കളയുന്നു പഴയ നിയമാചാരങ്ങൾ. പക്ഷെ അതിലുള്ള 7 ഉത്സവങ്ങളെ വിട്ടുകളയുന്നു, പരിച്ഛേദന വിട്ടുകളയുന്നു, യാഗങ്ങളെ വിട്ടുകളയുന്നു. പഴയ നിയമാചാരപ്രകാരം ആചരിക്കുന്ന, പട്ടം പ്രാപിച്ചിരിക്കുന്ന ക്രിസ്ത്യാനി വിഭാഗമേ, നിന്നെക്കുറിച്ച് ദൈവവചനം പറയുന്നു, നീ ദുരുപദേശങ്ങളെ സഭയിൽ നുഴയിച്ച് സഭയെ ആകമാനം കലക്കിയിരിക്കുകയാണെന്നാണ് യേശു പറഞ്ഞ, പൗലൂസ് പറഞ്ഞ അടയാളത്തിൽ നിങ്ങൾ ദുരുപദേഷ്ടക്കന്മാരെന്നുള്ള ലക്ഷണത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകുവാൻ യഥാർത്ഥത്തിൽ പുതിയ നിയമ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടക്കന്മാർ, മൂപ്പന്മാർ എന്നിത്യാദി അനുഭവങ്ങൾ, ശുശ്രൂഷകളിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് വചനത്തിലൂടെ ബുദ്ധി ഉപദേശിക്കുകയാണ്. പഴയ നിയമ ആചാരങ്ങൾ
പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞു ഉപദേശിച്ച് പഠിപ്പിച്ച് സ്ഥാപനമുണ്ടാക്കി നേട്ടം വരുത്തി ലോകത്തിൽ ശ്രേഷ്ഠ പദവികളെ നേടിക്കൊണ്ട് ജീവിക്കുന്നത് ദുർപദേഷ്ടക്കന്മാരുടെ ഒരു ലക്ഷണമാണ്. ഇവൻ നാശത്തിനേരായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിന് ന്യായവിധി ഉറങ്ങുകയില്ല എന്നും ദൈവവചനം മുന്നറിയിപ്പ് കൊടുക്കുന്നു. അങ്ങനെയുള്ള സ്ഥാപനമേ, അങ്ങനെയുള്ള സഭയെ, അങ്ങനെയുള്ള ഉപദേഷ്ടാവേ, മാനസാന്തരപ്പെടുവാൻ, ക്രിസ്തുവിലേക്ക് സത്യത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവവചനം ഉപദേശിക്കുന്നു. അപ്പൊ ദുരുപദേഷ്ടക്കന്മാരുടെ ഒന്നാമത്തെ ലക്ഷണം തന്ത്രപൂർവമായ ദുർപദേശങ്ങളെ സഭയിൽ നുഴയിച്ച് ജനത്തെ തെറ്റിച്ച് കളയും. ഈ കാലം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ 7 കൂട്ടം കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു. 1, ജഡത്തിൽ വന്ന ക്രിസ്തുവിനെ അവർ തള്ളിപ്പറയും. 2, ബിലയാമിന്റെയും യെസബേലിന്റെയും ഉപദേശത്തെ സഭ നുഴയിക്കും. 3, വിവാഹത്തെ അവർ തടുക്കും, വിവാഹം ചേരും നിർബന്ധിക്കും. 4, ദൈവത്താൽ കൊടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ആഹാര വിഭവങ്ങളെ അവർ തടുക്കും, ഭക്ഷിക്കരുതെന്ന് നിർബന്ധിക്കും. 5, പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞെന്ന് ഉപദേശിക്കും. 6, പഴയ നിയമ ന്യായപ്രമാണ ആരാധനകളിൽ ആചാരങ്ങളായി അനുസരിച്ച് അവർ കടന്നു പോകും. ഈ വക കാര്യമുള്ളവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദേവദാസന്മാരും യഥാർത്ഥത്തിൽ ജീവിക്കുന്ന വിശ്വാസികളും ഇങ്ങനെയുള്ള ഉപദേശങ്ങളെയും ദുർപദേശങ്ങളെയും ഉപദേഷ്ടന്മാരെയും തിരിച്ചറിഞ്ഞ് അവരെ വിട്ട് വിലകി ജീവിക്കണമെന്നാണ്, മാറി ജീവിക്കണമെന്ന് ദൈവത്തിന് വ്യക്തമാക്കുകയാണ്. ഇനി ദുർപദേഷ്ടന്മാരുടെ രണ്ടാമത്തെ അടയാളം പത്രോസ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് തങ്ങൾ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയും. യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന ഉപദേഷ്ടന്മാർ അന്ത്യകാലത്ത് എഴുന്നേൽക്കുമെന്ന് പൗലോസ് രേഖപ്പെടുത്തി. ഇത് ദുർപദേഷ്ടന്മാരുടെ ഒരു ലക്ഷണമാണ്. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ യേശുക്രിസ്തുവിനെ അവർ തള്ളിപ്പറയും. പത്രോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ആ സമയത്ത് യേശുക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെന്ന് കാണാൻ കഴിയും. എന്നാൽ പിന്നിടത്തതിൽ താൻ തെറ്റ് ചെയ്തു പോയി, പാപം ചെയ്തു പോയി എന്ന് യേശുക്രിസ്തുവിനോട് സമ്മതിച്ച് കൈപ്പോടെ കരഞ്ഞ് കർത്താവിൽ നിന്ന് പാപമോചനം പ്രാപിച്ച പിൽക്കാലത്ത് കർത്താവിന് വേണ്ടി ധീരസാക്ഷ്യം വഹിച്ച് രക്തസാക്ഷ്യം വഹിപ്പാനിടയായി തീർന്നു. അപ്പൊ യേശുവിന്റെ വരവിന് മുൻപ് നടക്കുന്ന ഒരു അടയാളം തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ യേശുക്രിസ്തുവെ അവർ തള്ളിപ്പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ അനേക ദൈവദാസന്മാർ, അനേക ദൈവദാസികൾ, അനേക വിശ്വാസികൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ലോകത്തിന്റെ ആദായത്തിനു വേണ്ടി, ലോകമോഹത്തിനു വേണ്ടി, ലോകത്തിന്റെ നേട്ടത്തിനു വേണ്ടി, ലോകത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അനേക ദൈവദാസന്മാർ വിശ്വാസികളും ധീരതയോട് കർത്താവിന് വേണ്ടി ജീവിച്ചവരും പ്രവർത്തിച്ചവരുമായവർ യേശുവിനെ തള്ളിപ്പറഞ്ഞിരുന്നു. ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ ആത്മാവിലും സത്യത്തിൽ ആരാച്ച അനേക വിശ്വാസികൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ് മറ്റുള്ള മതങ്ങളെ സ്വീകരിച്ചവരെ കുറിച്ച് ഇന്ത്യയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ അനേക വിശ്വാസികൾ ഹിന്ദുക്കളായി മാറിയവരുണ്ട്. അനേക ദേവദാസന്മാർ ഇസ്ലാം മതത്തെ ആശ്രയിച്ച് പോയവരുണ്ട്, ഹിന്ദുക്കളായി മാറിയവരുണ്ട്. എല്ലാ മതവും ഒരു മതം തന്നെ എന്ന് പറഞ്ഞ് എല്ലാ മതത്തിലും രക്ഷ ഉണ്ടെന്നും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞ് രക്ഷയെ തള്ളിപ്പറഞ്ഞ് പോയ അനേകരുണ്ട്. യേശു പറഞ്ഞ് മേലെ ആകാശത്തിലും താഴെ ഭൂമിയിലും മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമം ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എല്ലാ മതങ്ങളിലും രക്ഷ ഉണ്ട്. എത്ര ദുർപദേശം! ക്രയത്തിന് വിലയ്ക്ക് വാങ്ങിയ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു അനേകർ പിന്മാറിപ്പോയി. ഈ വാക്യം ഏതെങ്കിലും പിന്മാറ്റത്തിലിരിക്കുന്ന ദേവദാസനോ വിശ്വാസിയോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ
നിനക്കൊരു മാനസാന്തരത്തിന്റെ സമയം കൂടെ ദൈവം ഈ നാൾ തന്നിരിക്കുകയാണ്. ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, കർത്താവിനെ രക്ഷിതാവെ തള്ളിപ്പറഞ്ഞ്, നിന്നെ വിലയ്ക്ക് വാങ്ങിയ യേശുവിന്റെ രക്തത്തെ മലിനമെന്ന് ചവിട്ടികളഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാത്ത ന്യായവിധി ഉണ്ടെന്ന് എബ്രായലേഖനം വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ആകയാൽ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് രക്ഷ കർത്താവ് നൽകി നിത്യജീവന് വേണ്ടി അവർ ഒരുക്കും. ദുർപദേശക്കന്മാരുടെ രണ്ടാമത്തെ അടയാളം, തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ കർത്താവിനെ അവർ തള്ളിപ്പറയും. ദുർപദേശക്കന്മാരുടെ മൂന്നാമത്തെ അടയാളം, ദ്രവ്യാഗ്രഹമുള്ളവരായി തന്ത്രപൂർവമായ വാക്കുകൾ ഉപയോഗിച്ച് ജനത്തെ തങ്ങൾക്ക് നേട്ടമായി വശീകരിക്കും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരും. ദുർപദേഷ്ടക്കന്മാർ ദ്രവ്യാഗ്രഹം കൊണ്ട് കൗശല വാക്ക് പറഞ്ഞ് അനേകരെ വാണിഭമാക്കും. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ദ്രവ്യാഗ്രഹത്താൽ അനേകരെ വശീകരിച്ച് ദ്രവ്യ ശുശ്രൂഷ ചെയ്യുന്നവർ, പണ ഊഴിയം, അവർ ജനത്തെ അവർക്ക് നേരെ വശീകരിച്ചെടുക്കുകയാണ്. അതിന് അവർ ഉപയോഗിക്കുന്നത് കൗശല വാക്കുകളൊക്കെ ഉപയോഗിക്കും. ധനപരമായ ശുശ്രൂഷ ചെയ്യുന്നത്, പേര് പറയുന്നത് ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ. എന്നാൽ ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ധനത്തെ നേടിയെടുക്കുവാനുള്ള പ്രത്യേക ശുശ്രൂഷകൾ പല ക്രിസ്തീയ വിഭാഗത്തിലുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് തിരുവചനത്തിൽ ദുരുപദേശമാണ്. അന്ത്യകാലത്തിൽ എന്നിട്ട് വരുമെന്നാണ് തിരുവചനം പറയുന്നത്. അതെങ്ങനെയാണ്? തമിഴ്നാട്ടിലും മറ്റുമുള്ള പല ഭാഗങ്ങളിലും നടക്കുന്ന ഇതിനു വേണ്ടിയുള്ള ശുശ്രൂഷ. ഇവർക്ക് ജനത്തെ രക്ഷിക്കേണ്ടതും സത്യത്തെ അറിയിക്കണം, അവർ ദൈവരാത്തിൽ പോകണം, നരകക്കൊള്ളികളായി ജനം മാറരുത്, നിത്യജീവനോട് ഒരുങ്ങണം എന്നുള്ള വിഷയം ഇവർക്ക് പ്രധാന വിഷയമല്ല. ഇവരുടെ വിഷയം അത്ര പണം 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 നേടുക. അതിന് പല തിട്ടങ്ങൾ, പല പ്ലാനുകൾ, യൗവനക്കാർക്കുള്ള പ്രത്യേക പണസഹായ തിട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മാസം തോറും ഇത്ര രൂപ ഇട്ട് കഴിഞ്ഞാൽ അതിൽ പങ്കാളികളായി തീർന്നാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും, ഉയർത്തും, 2 മടങ്ങ് അനുഗ്രഹിക്കും, 5 മടങ്ങ് അനുഗ്രഹിക്കും, 7 മടങ്ങ് അനുഗ്രഹിക്കും. അതൊരു ഭാഗം. രണ്ടാമത്തേത് സ്വർണ്ണ നാണയ കാണിക്ക എന്ന് പറയുന്ന ഒരു നിലയിൽ, എന്നുവെച്ചാൽ സ്വർണത്തെ കാണിക്കയായി കൊടുക്കുക. അതൊരു തിട്ടം. അത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർ ആഭരണങ്ങളെ കൊടുക്കുക എന്ന് പറഞ്ഞ ആഭരണങ്ങളെ ഊരി ഇട്ടുകൊടുക്കുന്ന നിലയിൽ വിദേശത്ത് നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ആഭരണ ധനശേഖര ശുശ്രൂഷ. ഇനി മൂന്നാമത്തെ വേറൊരു ഭാഗമുണ്ട്. 12 മാസം പൈസകളെ ശേഖരിച്ച് അതിനെ ഒരു വർഷമാകുമ്പോൾ കൊണ്ട് ദൈവാലയത്തിൽ വയ്ക്കുക. ഇതുപോലെ ധാരാളം ദൈവവേലയ്ക്ക് വേണ്ടി മനഃപൂർവമായി ചെയ്യുന്നത് കൊണ്ട് ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. എന്നാൽ ഇത് കാണിക്ക ശുശ്രൂഷ എന്ന് പറഞ്ഞ് വിവിധ പേരുകളിട്ട് വിവിധ നിലകളിൽ ധനശേഖരണം നടത്തി, ധനസഹായം വരുത്തി അവിടെ കാര്യങ്ങള് നിവർത്തിക്കുന്ന, അവിടെ കാര്യങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ. ഇവർക്ക് ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തയോ ബോധമോ രക്ഷയെക്കുറിച്ചുള്ള ചിന്തയോ ബോധമോ ഉത്തരവാദമോ അവർക്കില്ല. ഇനി ദ്രവ്യാഗ്രഹമുള്ള രണ്ടാമത്തെ വിഭാഗക്കാർ, ഇവരുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യം വചന അടിസ്ഥാനത്തിൽ കാണപ്പെടുകയില്ല, ദർശന അടിസ്ഥാനത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് ദർശനം നൽകി, നിങ്ങൾ എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരയണം, വീട് വെച്ച് തരയണം, ഇന്ന കാര്യങ്ങൾ ചെയ്ത് തരയണം, ഈ സ്ഥലം തരയണം എന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി. വചനാടിസ്ഥാനത്തില്ല, ദർശന അടിസ്ഥാനത്തിൽ. ഇങ്ങനെ പറയുന്നവരോട് ഒരു വാക്ക് പറയാനുള്ളു. ഈ ദർശന അടിസ്ഥാനത്തിൽ ധനശേഖരണം എന്നുള്ളത്
നന്മകളെ ശേഖരിക്കുന്നത് നിങ്ങൾക്ക് മാത്രം വെളിപ്പെടുത്തിയാൽ മതിയോ? അത് അവർക്കും കൂടെ വെളിപ്പെടുത്തണ്ടേ? അനേകരെ തങ്ങളുടെ സ്വന്തം ലാഭത്തിനു വേണ്ടി വശീകരിച്ചു കൊണ്ടിരിക്കുന്നവർ. അതിനേക്കാൾ നേരിട്ട് ചോദിക്കേണ്ടതാ, എനിക്ക് വാഹനമില്ല, വീടില്ല, എന്ന കാര്യം എനിക്കില്ല, എന്നെ ഒന്ന് സഹായിക്കണം. ന്യായമായ വഴിയാണ്. എനിക്ക് ദൈവം ദർശനം തന്ന് വെളിപ്പാട് തന്ന് ഇന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യണമെന്ന് ദൈവം എനിക്ക് വെളിപ്പാട് തന്ന്. വിശ്വാസികൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു വരികയാണെങ്കിൽ വചനം അവരെക്കുറിച്ച് പറയുന്നത് വ്യാജന്മാരാണ്, ദുർപദേഷ്ടാക്കന്മാരാണ്, നിങ്ങളെ വശീകരിച്ച് വാക്കിനാൽ വശീകരിക്കുകയാണ്, നിങ്ങളെ വശപ്പെടുത്തുവാൻ വേണ്ടി വരികയാണ് എന്ന് പോലും അവരോട് ഒരു കാര്യം പറയണം, നിങ്ങൾക്ക് വെളിപ്പെടുത്തിയെങ്കിൽ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തും എന്ന് പറഞ്ഞ് അങ്ങ് വിടണം. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യം നിർബന്ധത്താലല്ല, എല്ലാം സ്വമനസ്സായി ദൈവത്തിന് വേണ്ടി കൊടുക്കണമെന്ന് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 2-ാം വാക്യം, 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരടയാളം, ഇവർ നിത്യജീവന്റെ ഉപദേശമൊന്നുമില്ല, ലോകപ്രകാരമായുള്ള അനുഗ്രഹം മാത്രം. അവർ നിത്യജീവനുള്ള ഉപദേശവുമില്ല, ജീവന് പോകണമെന്നുമില്ല, സത്യത്തിന് പ്രകാരം ജീവിക്കണമെന്നില്ല, ദൈവരാജ്യം എത്തണമെന്നില്ല. എല്ലാ അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം. പ്രോസ്പെരിറ്റി തിയോളജി ഇന്ന് ക്രിസ്തീയ കുളത്തെ പന്താടിക്കൊണ്ടിരിക്കുകയാണ്. ദുർപദേശം. അന്ത്യകാലത്ത് സഭയ്ക്കകത്ത് ദുർപദേഷ്ടക്കന്മാർ എഴുന്നേറ്റ് വരും എന്ന് അപ്പോസ്തലനായ പൗലോസും യേശുവും പറഞ്ഞതുപോലെ ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദ്രവ്യം എല്ലാ ശുശ്രൂഷകൾക്കും ശുശ്രൂഷകന്മാർക്കും വിശ്വാസികൾക്ക് ആവശ്യമാണ്. പക്ഷെ ദുരാഗ്രഹം, ദ്രവ്യാഗ്രഹം മാത്രം ഉന്നം വച്ച് ശുശ്രൂഷ ചെയ്യുന്നത്, അങ്ങനെയുള്ളവരെ കുറിച്ച് വേദപുസ്തകം അടയാളപ്പെടുത്തുകയാണ്. അവർ ദുരുപദേഷ്ടക്കന്മാരെന്നാണ്. ദുരുപദേഷ്ടക്കന്മാരുടെ 4-ാമത്തെ അടയാളം, അവർ ശിഷ്യന്മാരെ തങ്ങളുടെ അടുക്കൽ വശീകരിക്കും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങൾ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. അവിടെ സ്വന്തം ആദായത്തിനു വേണ്ടി, സ്വന്തം നേട്ടത്തിനു വേണ്ടി, സ്വന്തം നിലനിൽപ്പിനു വേണ്ടി ശിഷ്യന്മാരെ പോലും തിരിച്ചു കളയും. അവിടെ വസത്താക്കും. ധനസഹായം കൊടുത്ത്, മറ്റുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് ദൈവദാസന്മാരെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്ഥാപനത്തിലുള്ളവർ. ഇങ്ങനെയുള്ളവർ യേശുക്രിസ്തുവിനെ അനുഗമിക്കണം, അനുകരിക്കണം, അവന്റെ പിന്നാലെ പോകണം എന്ന് അവർ ഉപദേശിക്കുന്ന ഉപദേശമില്ല. ഞങ്ങളെ അനുകരിച്ചു വരെയാണ്. ഞങ്ങളാണ് വലിയ ആളുകൾ, ഞങ്ങളാണ് വലിയ സ്ഥാപനക്കാർ, ഞങ്ങളുടെ സ്ഥാപനമാണ് ഉയർന്നത്. അയ്യോ സ്ഥാപനക്കാരെ, നിങ്ങളുടെ സ്ഥാപനം വലിയ സ്ഥാപനമായി എങ്ങനെ മാറി? പറയാം. ഒരു സഭയിൽ നിന്ന്, ഒരു പ്രവർത്തനം നിന്ന് ആരംഭിച്ചത്. ഏത് സ്ഥാപനത്തെ നോക്കിയാലും ഒരു സ്ഥലത്തിൽ നിന്ന് ആരംഭിച്ച സഭകളാണ് വലിയ വലിയ സ്ഥാപനങ്ങളായി ലോകം മുഴുവൻ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ വലിയ സ്ഥാപനം, വലിയ ആളുകൾ, വലിയ ചട്ടക്കൂടുള്ളവർ. ചട്ടക്കൂട് ഈ ഭൂമിയിലുള്ള ചട്ടക്കൂടല്ല, ദൈവവചനത്തിന്റെ ചട്ടക്കൂട് ഉണ്ടായിരിക്കണം. ശിഷ്യന്മാരെ അനേകർ 1-ാം നൂറ്റാണ്ടിലും പൗലോസിലൂടെ കൊടുക്കപ്പെട്ട ഉപദേശങ്ങളെ, സത്യോപദേശങ്ങളെ അനുസരിക്കുവാൻ വിടാതെ വണ്ണം പലതും പറഞ്ഞ് തെറ്റിച്ച് അവർക്ക് വശമായി, അവർക്ക് ആദായമായി, അവർക്ക് അനുകൂലമായി വശീകരിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് പൗലോസ് മുന്നറിയിപ്പ് നൽകി. അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവരെ കുറിച്ച് വചനം പറയുന്നത് ദുരുപദേഷ്ടാക്കന്മാർ. അന്ത്യകാലത്ത് സഭയിൽ ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ് സഭയെ മുടിച്ചു കളയും.
അനേരെ തെറ്റച്ച് കളയും എന്ന് യേശുവും അപ്പോസ്തലനായ പൗലോസും പറഞ്ഞത്, പത്രോസും പറഞ്ഞതുപോലെ ഈ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരുപദേഷ്ടാക്കന്മാരുടെ ഒന്നാമത്തെ അടയാളം ദുരുപദേശങ്ങളെ പ്രചരിപ്പിച്ച് ലാവണ്യ വാക്കുകൾ പറഞ്ഞ് അവരെ തെറ്റിച്ചു കളയും. 2, തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ അവർ തള്ളിപ്പറയും. 3, ദ്രവ്യാഗ്രഹമുള്ളവരായി കൗശല വാക്കുകൾ ഉപയോഗിച്ച് അനേകരെ തെറ്റിച്ചു കളയും. 4, ശിഷ്യന്മാരെപ്പോലും തങ്ങളുടെ വശമായി വശീകരിച്ച് തെറ്റിച്ചു കളയും. പ്രിയ ദൈവമക്കളെ, ദേവദാസന്മാരെ, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവരെ അടയാളം കണ്ടുകൊണ്ട് അങ്ങനെയുള്ളവരെ വിട്ടുമാറി യഥാർത്ഥ സത്യവചനം, പത്യോപദേശം ഉപദേശിക്കുന്ന, പഠിപ്പിക്കുന്ന കോടാനുകോടി ദേവദാസന്മാർ, ദൈവദാസികൾ, വിശ്വാസികൾ ഇന്നും ഉണ്ട്. അവരുടെ ഇടയിൽ കളകൾ എന്ന് പറയുന്ന ദുരുപദേഷ്ടാക്കന്മാരും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആകയാൽ അവരെ വിട്ട്, ദുരുപദേശങ്ങളെ വിട്ട്, ദുരുപദേഷ്ടാക്കന്മാരെ വിട്ട് സത്യോപദേശത്തിന്, പത്യോപദേശം ചെവിചായിച്ച് സത്യോപദേശം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരിലൂടെ കൊടുക്കപ്പെടുന്ന ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ട് തെറ്റിപ്പോകാതെ ദൈവവചനം അനുസരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ നാളുകളിൽ പ്രിയ ദൈവമക്കളെ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. പ്രിയ ദേവദാസന്മാരെ, നമുക്കും ഇങ്ങനെയുള്ള വ്യക്തിത്വം, അടയാളങ്ങളുള്ള വ്യക്തികളെ നാം അനുകരിക്കാതെ, വിശ്വാസികളെ അവർക്ക് നേരെ വിടാതെ സത്യത്തിലെ നിലനിർത്തി, സത്യത്തെ ഉപദേശിച്ച്, സത്യത്തെ പ്രസംഗിച്ച്, ദൈവത്തിന് വേണ്ടി ജീവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ജനത്തെ നമുക്കും ഒരുക്കാം. യേശു വേഗത്തിൽ വരുവാൻ പോകുന്നു. കാലങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഒരുക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദൈവം നമ്മെ എല്ലാവരും കാത്തു പരിപാലിക്കട്ടെ എന്ന വാക്കുകളോട് ഇവിടെ ഞാൻ കുത്തോടുന്നു. മാരാനാഥ. May God bless you.